ഇക്കുറി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കനത്ത് തന്നെയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് 2015-ലും 2020-ലും നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടുണ്ടായിരുന്ന ആധിപത്യമുണ്ടല്ലോ, ആ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. 2015-ൽ ആകെയുള്ള 70 സീറ്റുകളിൽ 67 സീറ്റുകളും നേടിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. കേവലം 3 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. വാഷ് ഔട്ടായി കോൺഗ്രസ്. അപ്പോൾ എന്തൊരു ഭൂരിപക്ഷമാണത്! ശരിക്കും പറഞ്ഞാൽ 100% വിക്ടറി. ഒരു പാർട്ടിക്ക് സ്വപ്നം കാണാവുന്നതിനേക്കാൾ അപ്പുറത്തെ വലിയ വിജയമാണ് യഥാർത്ഥത്തിൽ 2015-ൽ ഡൽഹി ജനത ആം ആദ്മി പാർട്ടിക്ക് നൽകിയത്. അസംബ്ലി പോലും കൂടണ്ട, കാരണം പ്രതിപക്ഷത്തിലെ MLA-മാരൊന്നും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആകെ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 2020-ൽ നോക്കുമ്പോൾ വീണ്ടും ആകെയുള്ള 70 സീറ്റുകളിൽ 62 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരം ഉറപ്പിക്കുകയും തുടരുകയുമാണ് ആം ആദ്മി പാർട്ടി. അപ്പോഴും BJP ആണ് ആകെപ്പാടെ അവിടെ അക്കൗണ്ട് തുറന്നത്. 8 സീറ്റുകൾ BJPക്ക് കിട്ടി. കോൺഗ്രസ് പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്ന ആധിപത്യം യഥാർത്ഥത്തിൽ 2025-ൽ നാളെ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിൽ ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പല കാരണങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ ആം ആദ്മി പാർട്ടി വോട്ടർമാരുടെ ഒരു മനസ്സിലേക്ക് കടന്നു കയറിയത് അവർ പ്രഖ്യാപിച്ച ഒട്ടേറെ സൗജന്യങ്ങളിലൂടെയായിരുന്നു, അല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ സൗജന്യ പദ്ധതികളുടെ ഒരു പ്രത്യേക അധ്യായം തുറക്കുന്നതിൽ ആം ആദ്മി പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. 2022-ൽ നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, രേവടി പൊളിറ്റിക്സ് എന്നാണ് അതിന് പറയുക. രേവടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, രേവടി എന്ന് പറയുന്നത് ഈ വടക്കേ ഇന്ത്യയിൽ ഉത്സവ ദിനങ്ങളിൽ കൊടുക്കുന്ന സ്വീറ്റാണ്, മധുരമാണ്. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനകത്ത് ആം ആദ്മി പാർട്ടി വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. അതിന് നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവർ പ്രാവർത്തികവുമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊരു കണക്ക് നോക്കിയപ്പോഴത്തേക്കും ഡൽഹിയിൽ 47 ലക്ഷം വൈദ്യുതി കണക്ഷനാണ് ഉള്ളത്. ഹൗസ് ഹോൾഡ് കണക്ഷൻസ് 47 ലാക്ക്. ഈ 47 ലക്ഷം വൈദ്യുതി കണക്ഷനിൽ 30 ലക്ഷം ആളുകൾക്കും പൈസ കൊടുക്കണ്ട എന്നൊരു സാഹചര്യമാണുള്ളത്. 200 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആണ്. ഇനി 17 ലക്ഷം പേരാണ് ബാക്കി കൊടുക്കുന്നത്, ഈ എന്തെങ്കിലും പൈസ കൊടുക്കുന്നത്. അതിന് തന്നെ ഒരു ക്യാപ്പുണ്ട്, 800 രൂപയിൽ കൂടുതൽ കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഈ രീതിയിൽ വൈദ്യുതി, ഡൽഹിയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ വൈദ്യുതി അവിടുത്തെ ഒരു വലിയ വിഷയമാണ്. വലിയ പൈസയാണ് ഈ വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത്. ഒന്നാമത് ഡൽഹി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. മഹാരാഷ്ട്രയിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെയാണ് വലിയ പൈസയ്ക്ക് ഈ പറയുന്ന സ്വകാര്യ കമ്പനികളിൽ നിന്നൊക്കെ വൈദ്യുതി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വൈദ്യുതി ചാർജാണ് അവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. ഒറ്റയടിക്കാണ് ഈ വൈദ്യുതി ചാർജ് ഇല്ലാതാകുന്നത് എന്നുള്ളത്. അവിടെ മാത്രമായിട്ട് അത് ചുരുങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോൾ മൊഹല്ല ക്ലിനിക്കുകൾ, അല്ലേ, വലിയ രീതിയിൽ സ്കൂളുകളിൽ ഈ പിന്നെ 2 കാര്യങ്ങളിൽ ഡൽഹി വലിയ കോസ്റ്റ്ലിയാണ്. ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും, 2 ചികിത്സയുടെ കാര്യത്തിലും. വിദ്യാഭ്യാസം വളരെ കോസ്റ്റ്ലിയാണ്. അവിടെയാണ് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ക്ലിനിക്കുകൾ ഉണ്ടാക്കിയിട്ട് സൗജന്യമായി മരുന്ന് കൊടുക്കുന്ന സ്കീം ഉണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ആദ്യത്തെ 5 വർഷം വലിയ പെർഫോമൻസാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2020-ലേക്ക് വരുമ്പോൾ അവർക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിയുന്നത്. 5 വർഷത്തിന് ശേഷവും 62 സീറ്റിൽ വിജയിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയൊരു നേട്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഡൽഹിക്കാരുടെ ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി മാറിയിട്ടുണ്ട്. അവരുടെ ഒരു ഗുഡ് ബുക്കിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡൽഹിയുടെ ഒരു പാറ്റേൺ നോക്കിയേ. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 26 വർഷം കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ BJP അധികാരത്തിൽ വന്നിട്ട്. 1998-ൽ സാഹിബ് സിംഗ് വർമ്മ മുഖ്യമന്ത്രിയായിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ഡൽഹി വീണ്ടും പിടിക്കാൻ വേണ്ടി അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമാ സ്വരാജിനെയാണ് ഇറക്കുന്നത് കേന്ദ്ര സർക്കാർ. സുഷമാ സ്വരാജും ഡൽഹി ഷീലാ ദീക്ഷിതുമായിട്ടായിരുന്നു ഫൈറ്റ്. ആ ഫൈറ്റിൽ ഷീലാ ദീക്ഷിത് ജയിച്ചു വരുന്നു. പിന്നെ 15 വർഷം 1998 മുതൽ 2013 വരെ ഡൽഹി ഭരിച്ചിരുന്നത് ഷീലാ ദീക്ഷിതാണ്. അതിനുശേഷമാണ് ആം ആദ്മി പാർട്ടി എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 11 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനത്ത് ഭരണം കിട്ടിയിട്ട് 25 വർഷം കഴിഞ്ഞിരിക്കുന്നു, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്നായി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആധിപത്യമുള്ളൊരു സംസ്ഥാനമായിരുന്നു ഡൽഹി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ അവർ പൂർണ്ണമായും വാഷ് ഔട്ട് ആയിരിക്കുകയാണ്. അവിടെ ലോക്സഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലല്ലോ കോൺഗ്രസിന്, നിയമസഭയിലും ഒരു സീറ്റ് പോലും ഇല്ല. അതേസമയം ഈ ഡൽഹിയുടെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ നിയമസഭയിലേക്ക് അവർ ആം ആദ്മിയെ തിരഞ്ഞെടുക്കുന്നു, എന്നാൽ ലോക്സഭയിലേക്ക് അവർ പൂർണ്ണമായും BJPക്കൊപ്പം നിൽക്കുന്നു. അതെ, 2014-ൽ 7 സീറ്റും ലോക്സഭയിൽ BJPക്ക് കിട്ടി. 2019-ലും 7 സീറ്റ് ലോക്സഭയിലേക്ക് കിട്ടി. 2024 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലേക്ക് 7 സീറ്റുകളും BJP നേടിയെടുക്കുന്നു. എന്നാൽ വിധാൻസഭയിൽ, ഈ സംസ്ഥാന അസംബ്ലിയിൽ അവർക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നോക്കൂ, ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ വളർച്ച ചെറുതല്ല. 2022-ൽ അവർ പഞ്ചാബിൽ വിജയിച്ചു. അങ്ങനെ ഒരു സംസ്ഥാനം കൂടി അവർ ഭരണം പിടിച്ചെടുത്തു. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംസ്ഥാനമായ ഗുജറാത്തിൽ അവർക്ക് 13% വോട്ടും 5 MLA-മാരുമുണ്ട് അസംബ്ലിയിൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഇപ്പോൾ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡോഡായിൽ, അതായത് ജമ്മു കാശ്മീരിലെ ഡോഡായിൽ അവർക്കൊരു MLA കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്.
വരുമ്പോഴാണ് കെജ്രിവാൾ ഒരു ദേശീയ മുഖവുമായി മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും BJPയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ ഒരു ചെറിയ ശത്രുവല്ല, ആ പാർട്ടിയും ഒരു ചെറിയ ശത്രുവല്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മോശപ്പെട്ട പെർഫോമൻസ് അല്ല BJPയുടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഡൽഹി നിയമസഭയായിട്ട് നോക്കുമ്പോൾ ഒരു 35-39 ഇടയ്ക്ക് ശതമാനം വോട്ട് നിയമസഭയിലേക്ക് അവർ നേരുന്നുണ്ട്. അവരുടെ നമ്പർ ഓഫ് സീറ്റ്സ് കുറവാണെങ്കിൽ പോലും അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത്ര മോശമല്ല. ഒരു 35% അടുപ്പിച്ച് വോട്ട് ബാങ്ക് നിയമസഭയിൽ തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ ലോക്സഭയിൽ അവർക്ക് 57% കിട്ടുന്നുണ്ട്, 56% കിട്ടുന്നുണ്ട്, 55% കിട്ടുന്നുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് അവർക്ക് ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുമാണ്. അവരുടെ ആവറേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 17, 18, 19% വോട്ടുകളിലാണ്. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നിർണായകമാകുന്നതെന്ന് പറയാൻ കാരണം, വളരെ കനത്ത പോരാട്ടമാണെന്ന് പറയാൻ കാരണം, എല്ലാ പാർട്ടികളും മത്സരിച്ച സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് അല്ലേ. വലിയ സൗജന്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ചെറിയ കാര്യമല്ല. ഇപ്പോൾ 2100 രൂപയാണ് സ്ത്രീകൾക്ക് നൽകും പ്രതിമാസം എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ BJPയും കോൺഗ്രസും എത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറിയാമോ? 2500 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ആം ആദ്മി പാർട്ടി 10 ലക്ഷം രൂപ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു, ലൈഫ് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു, 10 lakh rupees-ൻ്റെ. അപ്പോൾ എന്താ ചെയ്തത് കോൺഗ്രസും BJP? എന്താ ചെയ്തത്? 25 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖലയിലും. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു ആര്? ആം ആദ്മി പാർട്ടി. അപ്പം പിന്നെ എന്താ പറയുക, BJPയും കോൺഗ്രസും അതിനേക്കാൾ വലിയ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. തൊഴിലില്ലായ്മ വേതനമായിട്ട് കൊടുക്കാൻ പോകുന്ന എത്രയാണെന്നറിയാമോ? കോൺഗ്രസോ BJP വിജയിച്ചു വന്നാൽ ഡൽഹിയിൽ 8500 രൂപ. തൊഴിലില്ലാത്തൊരു യുവാവിന്, ഒരു യുവതിക്ക് 8500 രൂപ കിട്ടും. ഈ രീതിയിൽ വലിയ ഫ്രീ ബീസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർക്ക് സംശയമൊന്നുമില്ല, വോട്ടർമാർക്ക് സംശയമൊന്നുമില്ല. ഇവരിപ്പോൾ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ആം ആദ്മി പാർട്ടിയുടെ വരവിന് ശേഷം ഉണ്ടല്ലോ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം മധ്യപ്രദേശിൽ നടപ്പാക്കുന്നില്ലേ, രാജസ്ഥാനിൽ നടപ്പാക്കുന്നില്ലേ, ഛത്തീസ്ഗഡിൽ നടപ്പാക്കുന്നില്ലേ, അതുപോലെ കർണാടകയിൽ അവർ നടപ്പാക്കിയിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പോൾ ഈ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചാൽ അത് വോട്ട് തട്ടിയെടുത്തതിന് ശേഷം അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഇതൊന്നും നടപ്പാക്കാതിരിക്കാമെന്ന് കഴിയുകയില്ല. കാരണം വെച്ചാൽ അതൊക്കെ നടപ്പാക്കി കാണിച്ചിരിക്കുന്നു, ഇനി വരുന്നവർക്ക് അത് നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചോയ്സായി. ഇനിയിപ്പോൾ സൗജന്യങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ആം ആദ്മി പാർട്ടി നേരിടുന്നതായിട്ട് 6 കാര്യങ്ങളെയാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് ഞാനത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ആൻറ്റി ഇൻകംബൻസിയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ അധികാരത്തിലിരിക്കുന്നതായിട്ടൊരു ബോർഡമുണ്ട്. ആ ബോർഡത്തിൻ്റെ ഒരു പ്രശ്നം ആം ആദ്മി പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എക്സൈസ് പോളിസിയാണ്. എക്സൈസ് പോളിസി ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഡൽഹി വോട്ടർമാർക്കിടയിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ചു വന്ന വലിയ ഫൈറ്റായിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്. പിന്നെ ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലല്ലോ. ജയിലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്? കാരണം ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, ഇനി ഞാൻ ആ പോസ്റ്റിലിരിക്കാൻ അർഹനല്ല, അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വന്നിട്ടാകാം തീരുമാനം എന്ന് അരവിന്ദ് കെജ്രിവാൾ തീരുമാനമെടുക്കുന്നതിൻ്റെ കാര്യം ജനങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു സംശയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ സംശയം ഇപ്പോഴും നിൽക്കുന്നു എന്ന് മാത്രവുമല്ല, അത് വലിയ രീതിയിൽ പ്രചാരണായുധമാക്കാനായിട്ട് BJPക്കും കോൺഗ്രസിന് വളരെ അധികവും കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സാണ് ഇപ്രാവശ്യം ഏറ്റവും അക്രമോത്സുകമായിട്ട് ഈ എക്സൈസ് പോളിസിയുടെ വിഷയം ഉന്നയിക്കുന്നതെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കേട്ടോ ഇന്ന് പോലും നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഈ പറയുന്ന പിന്നെ ചീഫ് മിനിസ്റ്ററുടെ ബംഗ്ലാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബംഗ്ലാവ് അല്ലേ, കണ്ണാടി മാളിക, ഷീഷ മഹൽ എന്ന് പറയുന്നത് അതും ഒരു വിഷയമാണെന്ന് അവിടുത്തെ. അവരിപ്പം അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CN രജി റിപ്പോർട്ട് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് 75 കോടിയുടെ പണിയാണ് ആ വീട്ടിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതൊക്കെ തന്നെയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, അത്ഭുതകരമായിട്ടുള്ള കാര്യം ഇൻകം ടാക്സിൻ്റെ ഇളവ് പ്രഖ്യാപനമാണ്. ചെറിയൊരു കാര്യമാണത്. അതായത് 12 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് നികുതി കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ 67% ആളുകളെയും മിഡിൽ ക്ലാസ് ആളുകളാണ് കേട്ടോ ഈ ഡൽഹിയിലുള്ളത്. അതിൽ തന്നെ നല്ലൊരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം എത്രയായിരുന്നു അറിയോ? 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഇളവ് കൊടുക്കണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത്. BJP കൊടുത്തത് എത്രയാണ്? 12 ലക്ഷം രൂപയുടെ നികുതി ഇളവാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഇഫക്റ്റ് അല്ല അതുണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് മൂന്നാമത്തെ ഫാക്ടർ. നാലാമത്തെ ഫാക്ടർ വളരെ പ്രധാനമാണ്, മുസ്ലിം വോട്ട്. മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് 13% ഡൽഹിയിൽ മുസ്ലിങ്ങളാണ്. 13% വോട്ടുണ്ട്. ഈ 13% വോട്ട് 2015-ലും 2020-ലും ആർക്കാ പോയത്? ആം ആദ്മിക്കാണ് പോയത്. അതിൻ്റെ കാര്യം എന്താ? അവിടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലായിരുന്നു ഫൈറ്റ്. കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് BJP വിജയിക്കരുത് എന്ന് വിചാരിച്ചിരുന്ന ഈ പറയുന്ന മുസ്ലിം വിഭാഗം എൻ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്ത് കൊടുത്തത് ആം ആദ്മി പാർട്ടിക്കാണ്. 13% എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പെർസെൻറ്റേജ് ഓഫ് വോട്ടാണ്. അത് ഇപ്രാവശ്യം ആം ആദ്മി പാർട്ടിക്ക് കിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ കാണിച്ച നിശബ്ദത, അതേപോലെ വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപത്തിൻ്റെ സമയത്ത് പുലർത്തിയിട്ടുള്ള നിശബ്ദത, ഈ വിഷയങ്ങളെല്ലാം അവർക്ക് മൈനോറിറ്റിയോടുള്ള സമീപനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവരിപ്പോൾ കാണുന്ന ആം ആദ്മി പാർട്ടിയെ BJPയുടെ ഒരു സെക്കൻഡ് ഫിഡിലായിട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ
മുസ്ലിം വോട്ട് മാറുന്നു, അതിപ്രാവശ്യം കോൺഗ്രസിലേക്കാണ് പോകാൻ സാധ്യത, ബി ജെ പിക്ക് കിട്ടില്ല, കോൺഗ്രസിലേക്കാണ് പോകാൻ സാധ്യത. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? അവിടെ ആ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആവുകയാണ് സംഭവിക്കുക. ഇതാണ് 4ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. 5ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഏറ്റവും അവസാനം അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രസ്താവനയാണ് യമുനയിലെ വിഷം എന്ന് പറയുന്നത്. യമുനയിലെ വിഷം എങ്ങനെയാണ് പ്രശ്നമാകുക? യമുനയിലെ വിഷം എന്ന് ഉദ്ദേശിച്ചത് അതിഷിയാണ് അത് ആദ്യം പറയുന്നത്. അതിഷി പറയുമ്പോൾ എന്താ പറഞ്ഞിട്ടിരിക്കുന്നത്? ഈ പറയുന്ന ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന യമുന നദിയിലെ വെള്ളം എന്ന് പറയുന്നതിനകത്ത് അമോണിയ കലക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം, അമോണിയയുടെ കണ്ടന്റ് കൂടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പക്ഷേ വിഷം കലക്കി ഹരിയാനക്കാർ ഇങ്ങോട്ടേക്ക് വെള്ളം തരുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഡൽഹിയുടെ ബോർഡർ സ്റ്റേറ്റാണ് ഹരിയാന. ഈ ഹരിയാനയിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഡൽഹിയിലുണ്ട്. അപ്പോൾ അവർ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാനത്തിനെതിരായിട്ടുള്ള പ്രസ്താവനയാണല്ലോ നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് ഇതിന് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 2 സംസ്ഥാനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളും അതിഷിയും എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഒരു കേസ് ഉണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഈ നമ്മുടെ ഈ ഡൽഹിയിലെ വോട്ട് ബാങ്കിൽ വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് OBC വോട്ട് ബാങ്കാണ്. ആ OBC വോട്ട് ബാങ്കിൽ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ജാട്ടുകളാണ്. ആ ജാട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് ഹരിയാനയിൽ നിന്നാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അവസാനത്തെ റീസൺ എന്ന് പറയുന്നത് 8 MLA-മാരല്ലേ രാജിവെച്ച് പ്രാവശ്യം ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ 8 MLA-മാരുടെ 8 മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചെന്ന് മാത്രവുമല്ല, നെഗറ്റീവായ ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. ആകപ്പാടെ ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് അറിയാവോ? അത് കെജ്രിവാൾ എന്നുള്ള ഘടകമാണ്. കെജ്രിവാൾ ഒരു പ്രധാനപ്പെട്ട മൂവാണ്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പോലെ ഒരു വോട്ട് വിന്നറാണ് കെജ്രിവാൾ, ഒരു സംശയവും വേണ്ട. അതാണ് ഏറ്റവും പ്രധാനം. അപ്പുറത്ത് ബി ജെ പിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അങ്ങനെ ഒരു മുഖത്ത് ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ. അതായത് കഴിഞ്ഞ ഡിസംബർ 19-ാം തീയതി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ടല്ലോ, വലിയ പെടലാണ് ബി ജെ പി അന്ന് പെട്ടത്. ഏതാ? അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് നാമം ജപിച്ചൂടെ എന്ന് ചോദിച്ചല്ലോ. ഈ അംബേദ്കർ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായ ദിവസം, അടുത്ത ദിവസം എന്താ ചെയ്തതെന്നറിയാവോ? അരവിന്ദ് കെജ്രിവാളും അതിഷിയൊക്കെ കൂടെ ഒരു പ്ലക്കാർഡുമായിട്ട് നേരെ സ്റ്റേറ്റ് ഓഫീസിലേക്ക് പോയി ബി ജെ പിയുടെ. എന്നിട്ട് അവിടെ ധർണയിരുന്നു. എന്താ കാര്യം എന്നറിയാവോ? 37% വോട്ട് എന്ന് പറയുന്നത് OBC വോട്ടാണ്. പിന്നെ ഒരു 16% ദളിത് വോട്ടുമുണ്ട്. അപ്പോൾ വലിയൊരു ഭൂരിപക്ഷം വോട്ടെന്ന് പറയുന്നത് അവിടുത്തത് ഈ പറയുന്ന ദളിത് പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ വോട്ടാണ്. അവിടെ അംബേദ്കറിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രചരണം നടത്താനായിട്ട് പിന്നെ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു AI വീഡിയോ ഇറക്കിയിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അംബേദ്കർ ഈ പറയുന്ന ആരെ അനുഗ്രഹിക്കുന്നു? കെജ്രിവാളിനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ നേരിടാൻ എനിക്ക് ശക്തി തരൂ എന്ന് പിന്നെ അംബേദ്കറോട് ഇയാൾ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അംബേദ്കർ വിഷയം ഉയർത്തിക്കൊണ്ട് കെജ്രിവാൾ എന്നൊരു ഒരു പ്ലാങ്കും പിന്നെ അവരുടെ സൗജന്യ വാഗ്ദാനങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് ഇതൊരു ട്രയാങ്കുലർ ഫൈറ്റാണ്. ഈ ട്രയാങ്കുലർ ഫൈറ്റിനകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ BJP ഈസ് ഗോയിങ് ടു പെർഫോം. ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിനകത്ത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 8 സീറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു 35% വോട്ട് അവർക്കുണ്ടായിട്ടുണ്ട്. 50% മേളിലാണ് ആർക്ക് വോട്ട്? ആം ആദ്മി പാർട്ടിക്ക് വോട്ട്. 15% ഡിഫറൻസ് ഉണ്ട്. ഈ 15% ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ആം ആദ്മി പാർട്ടിക്ക്. ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിനകത്ത് കെജ്രിവാൾ പോലും ക്ലെയിം ചെയ്യുന്നത് അപ് ടു 55 സീറ്റ്സ് എന്നാണ്. 55 സീറ്റ് വരെ നമ്മൾ വിജയിച്ചു വരും എന്നാണ്. 62 സീറ്റാണ് നിലവിലുള്ളത്, 55 വരെ വിജയിച്ചു വരും എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടും എന്ന് തന്നെയാണ്. ഒരു 36 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്, 70 സീറ്റാണ് നിയമസഭയിലുള്ളത്. ഒരു 40-42 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് വിജയിച്ചു വരാം. BJP ഈസ് ഗോയിങ് ടു പെർഫോം. ഒരു 30-32 സീറ്റ് വരെയൊക്കെ അവരും പിന്നെ മുന്നോട്ട് വരാം. എന്തായാലും കോൺഗ്രസ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ദേ വിൽ ഇംപ്രൂവ് ദെയർ വോട്ട് പെർസെൻറ്റേജ്. അതൊരു 20-21-22% ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ ബിഗ് മെജോറിറ്റി. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ സംഭവിച്ചതുപോലൊന്നും ആവർത്തിക്കില്ല. ഒരു തിൻ മെജോറിറ്റിയിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.